അല്ലെങ്കിൽ ഒരു കടയുടെ അക്കൗണ്ടിംഗ് സെക്ഷനിലേക്ക് തെരഞ്ഞെടുക്കുന്ന അക്കൗണ്ടന്റ് ആയിട്ട് വരുന്ന ഒരു ജോലിക്കാരനാവാം. ഇതൊന്നുമല്ലെങ്കിൽ നമ്മളുടെ ചെറിയ കടയിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു സ്റ്റാഫ് ആവാം. ഏത് മേഖലയിലും ആവട്ടെ, അവൻ പണിയെടുക്കുന്നവനാണ്. ആ പണിയെടുക്കുന്ന മനുഷ്യനെ പണിയെടുക്കാൻ വേണ്ടി ഒരു കൂലിക്കാരനെ, വേലക്കാരനെ പണി ചെയ്യുന്ന ഒരു മനുഷ്യൻ കൂലിക്ക് വിളിക്കുകയാണ്. അങ്ങനെ അവനെ കൊണ്ട് കഴിയുന്ന അത്രയും പണിയെടുപ്പിച്ചു. ചില മുതലാളിമാർ അങ്ങനെയാണല്ലോ. ഇരിക്കുന്ന ആരെ കുറിച്ചുമല്ല, ഒരു കോമൺ ആയിട്ടുള്ള വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത്. ലോകം അങ്ങനെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് എത്രമാത്രം ദിശാബോധത്തോടെ, ദിശനാപരമായി, എത്രമാത്രം ടാലന്റ് ആയിട്ടാണ് ഈ വിഷയത്തെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആ കൂലിക്ക് വിളിച്ച തൊഴിലാളിയെ അവൻ എടുക്കാൻ പറ്റാത്ത അത്രയും ചുമട് അവൻ എടുത്തു. വഹിക്കാൻ പറ്റാത്ത വർക്കിംഗ് ലോഡ് അവൻ അനുഭവിച്ചു. നീണ്ട മണിക്കൂറുകൾ കഠിനാധ്വാനം, അത്യധ്വാനം, നീണ്ട പരിശ്രമങ്ങൾ. അതിനൊടുവിൽ മുതലാളി ഏൽപ്പിച്ച വർക്ക് അവൻ ഫുള്ള് ചെയ്തു, പൂർത്തിയാക്കി, അത് ഫിനിഷ് ആക്കി. ഇതെല്ലാം കഴിഞ്ഞപ്പോ വലം യുഅ്തിഹി അജ്റഹു, ആ തൊഴിലാളി മനസ്സിൽ കണ്ട ഒരു കൂലിയുണ്ട്. ഓവർ ടൈം അവൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവന്റെ ശരീരത്തിനെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത അത്രയും ലോഡ് അവൻ താങ്ങിയിട്ടുണ്ട്. മുതലാളി ഏൽപ്പിച്ച പണി ഭംഗിയായി, കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞപ്പോ കിട്ടേണ്ട, ലഭ്യമാകേണ്ട അവകാശമായ ആ കൂലി അത് കൊടുത്തു. ഇന്ന് പുതിയ വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടത്തിൽ IT മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന യുവാക്കളോട്, യുവതികളോട് നമ്മളൊന്ന് സംവദിക്കുക. ഹൈ പ്രഷറിംഗ് ആണ് അവർക്ക് നൽകുന്ന ലോഡ്. ഒരു മനുഷ്യന്റെ മനസ്സുകൊണ്ടും മസ്തിഷ്കം കൊണ്ടും താങ്ങാൻ കഴിയുന്നതിനപ്പുറം വലിയ ലോഡുകൾ, വർക്കിംഗ് ലോഡുകൾ, ഹൈ പ്രഷർ. അത്തരമൊരു ലൈഫ് സിസ്റ്റത്തിലേക്ക്, ജോബ് സിസ്റ്റത്തിലേക്ക് IT മേഖലകൾ തരം താഴ്ന്നിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ജോലി ഭാരം, ജോലിയുടെ പീഡനം ലോകതലങ്ങളിലുള്ള ചർച്ചകളിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് പഠനങ്ങൾ. പക്ഷേ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലേബർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്ന ഈ ജോലി സ്ഥലത്തെ പീഡനങ്ങൾ, തൊഴിലാളികൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ, ലേബർ എക്സ്പ്ലോയിറ്റേഷൻ, അതിനെതിരെ ലോകത്താദ്യമായി ശബ്ദിച്ച നേതാവിന്റെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.